ഹായ് ഫ്രണ്ട്സ്, പച്ചക്കറിയൊക്കെ നടാൻ പറ്റിയ സമയമാണ്. ഞങ്ങൾക്ക് നട്ട പച്ചക്കറി മുഴുവനും മഴ കാരണം നശിച്ചു പോയിന്. ആകെയുള്ള ഈ നിത്യവഴുതിനെയാണ്. കായ കണ്ട. ഞാൻ കൃഷിഭവനിൽ നിന്നൊരു തൈ കൊണ്ടുവന്നിട്ട് നട്ടതായിരുന്നു. പക്ഷേങ്കിൽ നായ ഇത് നശിപ്പിച്ച പോലെ ആക്കി. ഞാൻ വിചാരിച്ചു ഇത് ബാക്കിയാവില്ല, എല്ലാം ഉണങ്ങിപ്പോകുന്നു. പിന്നെയും വീണ്ടും കിടത്തി വെച്ച് മണ്ണെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് ഇപ്പം കുറച്ച് ഉഷാറായിരുന്നു. പിന്നെ വളമൊന്നും വേണ്ട. ദിവസേന ഇനി ഇതിൻ്റെ മേലെ കായകൾ ഉണ്ടാവുന്ന തോന്നുന്നു. നിത്യേന കിട്ടുന്നത് കൊണ്ടാണ്. നിത്യേനയുള്ള വിളവെടുപ്പ് കാരണമാണ് ഇതിന് നിത്യവഴുതന എന്ന പേര് വന്നിരിക്കുന്നത്. കണ്ട, ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒറ്റ ഒരു മെരട് മാത്രമേ ഉള്ളൂ, ഒറ്റയൊന്നും. വിത്തത് അടിഭാഗത്ത് ഈ ഒരു ഭാഗത്തിന് നമുക്ക് പറിച്ചെടുക്കാം. ആദ്യം ഉണ്ടായതൊക്കെ കുറച്ച് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി പാകത്തിനുള്ളതൊക്കെ ഞാൻ വിളവെടുക്കലാണ്. ഇത് കുറച്ച് നീളമുള്ള സൈസാണ്. ഇത് രണ്ട് തരത്തിലുണ്ട്. കുറേ കൊല്ലം മുമ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അടുത്തൊന്നും ഈ നിത്യവഴുതന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൈ വാങ്ങിയിട്ടാണ് നട്ടത്. നമുക്ക് മുഴുവനും വളവെടുക്കാം. ഞാൻ ഈ വർഷം നട്ട പപ്പായ ചെടിയെല്ലാം ഉണ്ടല്ലോ, ഇതുപോലെ തന്നെയാണ്. 3 എണ്ണം മുറിച്ച് കളഞ്ഞു. ഇത് 4-മത്തേതാണ്. ഇതും കളയണം. എല്ലാം കൂടി ഇത്രയേ കിട്ടിയിട്ടില്ല. പച്ചക്കറിയെല്ലാം ഇനി ഓരോന്നായിട്ട് ദിവസം നടണം. ഓരോ ചെടി ഓരോ ഇനായിട്ട് കുറേശ്ശെ നടണം. എന്നാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, വെള്ളം കോരേണ്ട പണിയില്ല. ഇതിന് മുമ്പെല്ലാം മഴ പെയ്തെല്ലാം വിത്തും റോഡ് സൈഡിൽ നിന്നെല്ലാം വാങ്ങിയ വിത്ത് കുറേ നട്ടിനത്. വിത്തിൻ്റെ മോശം കൊണ്ടാണോ അല്ല പിന്നെ മഴ കാരണമാണോ എന്നറിയില്ല, ഒന്നും പൊടിച്ചില്ല. ഇനി നമ്മന്നെ മൂത്ത പച്ചക്കറി വാങ്ങി അതിന് വിത്ത് ശേഖരിച്ചിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. പാവെല്ലാം അങ്ങനെ നട്ടാൽ നന്നായിട്ടുണ്ടാവും. ഇന്നത്തെ വിളവെടുപ്പ് ഇത്ര മാത്രം.